വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 12, 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അമ്മയും സഹോദരരും. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരർ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. മാനുഷിക ബന്ധങ്ങളുടെ മൂല്യബോധം. മനുഷ്യബന്ധങ്ങൾ പരാമർശവിധേയമാകുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ആപ്തവാക്യമാണ് ദി ബ്ലഡ് ഈസ് തിക്കർ ദാൻ ദി വാട്ടർ. രക്തബന്ധങ്ങൾക്ക് മറ്റു ബന്ധങ്ങളെ അപേക്ഷിച്ച് സാന്ദ്രത കൂടും എന്നുള്ളതാണ് അതിന്റെ സാമാന്യം അർത്ഥം. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു ഈ സത്യം നിഷേധിക്കാതെ തന്നെ ഇതിനോടുകൂടെ മറ്റൊരു വാചകം കൂടി കൂട്ടിച്ചേർക്കുകയല്ലേ എന്ന് തോന്നിപ്പോകുന്നു. ആ വാചകം ഇതായിട്ട് വേണം മനസ്സിലാക്കാൻ: ബട്ട് ദി സ്പിരിറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി ബ്ലഡ്. ആത്മീയമായും അരൂപിയുടെ തലത്തിലുമുള്ള മനുഷ്യബന്ധങ്ങൾക്ക് രക്തബന്ധത്തെക്കാൾ സാന്ദ്രതയും ശാക്തീകരണവും ആർജവത്വവും കൂടും എന്നുള്ളതാണ് യേശു കൂട്ടിച്ചേർക്കുന്ന തത്വം. യേശു തന്റെ ദൗത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്ന അവസരം സ്വന്തം അമ്മയും മറ്റു കുടുംബാംഗങ്ങളും യേശുവിനെ സന്ദർശിക്കുന്നതിനു വേണ്ടി വന്നെത്തുന്നു. യേശു ആ സാഹചര്യം കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരുടെ ഇടയില് ചിലപ്പോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്തഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വിവാദങ്ങള് ഉണർത്തിയാലും വളരെ ശക്തമായ ഒരു സന്ദേശം യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ തന്റെ അനുയായികൾക്കായിട്ട് നൽകുന്നതായിട്ട് വേണം വിചാരിക്കാൻ. ആത്യന്തികമായിട്ട് മനുഷ്യൻ ആരെയാണ് അനുസരിക്കേണ്ടത്, ആരുടെ ഇഷ്ടമാണ് പാലിക്കേണ്ടത് എന്ന ചോദ്യത്തിന് യേശുവിന്റേതായിട്ടുള്ള ഉറച്ച നിലപാട് അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ദൈവത്തെയാണ് രക്തബന്ധത്തെക്കാൾ കൂടുതലായിട്ട് അനുസരിക്കേണ്ടതെന്നും ഉള്ളതാണ് എന്ന് വ്യക്തം. ഈ ആശയം ആണ് യേശു തന്റേതായിട്ടുള്ള ദർശനമായിട്ട് തന്റെ അനുയായികൾക്കായിട്ട് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ.